Hi all, welcome to SRK Triple class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ജൂണിൽ നടന്ന ബേസിക്സ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സെക്ഷൻസ് അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. EST 130 സെക്കൻഡ് സെമസ്റ്റർ നടന്ന എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 3 മൊഡ്യൂളിലുള്ള എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നേരിട്ട് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ക്രിച്ചോഫ്സ് ലോ, 4 മാർക്കിന് ചോദിക്കുന്നത്. അപ്പം സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ക്രിച്ചോഫ്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിച്ചോഫ്സ് ലോയിൽ നമുക്ക് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് നമുക്ക് എഴുതേണ്ടത്. 2 ലോയാണ് വരുന്നത്. ഒന്ന് ക്രിച്ചോഫ്സ് കറണ്ട് ലോ, ക്രിച്ചോഫ്സ് കറണ്ട് ലോയും ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 4 മാർക്കിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്രിച്ചോഫ്സ് കറണ്ട് ലോ എന്താണെന്നുള്ളത് എഴുതുക. ക്രിച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നത് എന്താണ്? KCL, ക്രിച്ചോഫ്സ് കറണ്ട് ലോയുടെ KCL എന്ന് നമുക്ക് പ്രസന്റ് ചെയ്യാം അല്ലേ. KCL it states that algebraic sum of all currents in a junction is equal to 0. Junction is 0. Okay, junction is 0 എന്ന് എഴുതാം. ഇപ്പോൾ 4 മാർക്കിൽ 2 മാർക്ക് ക്രിച്ചോഫ്സ് കറണ്ട് ലോയും 2 മാർക്ക് ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന് 1 മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ 1 മാർക്ക് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എക്സാമ്പിൾ വരയ്ക്കുക. ഹാവിങ് എ ജംഗ്ഷൻ, ഇതേപോലെ ഒരു 4 റെസിസ്റ്റർ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ മാർക്ക് കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. I1, I2, I3, I4 ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ KCL തന്നെ കറണ്ട് എൻറ്ററിങ് ഈക്വൽ ടു കറണ്ട് ലീവിങ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ I1 is current entering is taken as positive. So I1, then current leaving end of minus I2 minus I3 plus I4, that is equal to 0. Otherwise we can write total current in a junction is equal to 0, sigma I equal to 0 എന്ന് നമുക്ക് എഴുതാം. അല്ലാതെ ഇങ്ങനെ എഴുതാം. I1 plus I4 is equal to I2 plus I3 നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതുമ്പം ഇതാണ് ക്രിച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ എത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് നമുക്ക് കിട്ടും. അടുത്തത് രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ്. ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ ആണ്. KVL എന്ന് പറയുന്നത് എന്താണ്? The algebraic sum of KVL, ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ states that the algebraic sum of all voltage drops in a closed circuit is equal to the total EMF in the circuit എന്ന് നമുക്ക് എഴുതാം. ടോട്ടൽ EMF in the circuit. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു സർക്യൂട്ട് വരയ്ക്കാം. ഒരു വോൾട്ടേജ്, 2 റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുക. സോ ഇറ്റ് ഈസ് V, ഇതിൽ കൂടെ ഫ്ലോ ഇതിന് R1 R2 2 റെസിസ്റ്റൻസ് എടുക്കുന്നു. ഇതിൽ കൂടെ ഫ്ലോയിനെ കാരണം നമ്മൾ I ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് I × R1, ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് I × R2. അപ്പോൾ നമുക്ക് IR1 plus IR2 that is equal to the total voltage in the total EMF in the circuit. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ. എത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ക്രിച്ചോഫ്സ് കറണ്ട് ലോ ആൻഡ് ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. നോക്കിയാൽ ഫൈൻഡ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് അക്രോസ് AB. അതായത് ഈ 2 ടെർമിനൽ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, ഈ 2 ടെർമിനൽ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ, വോൾട്ടേജ് അല്ല, റെസിസ്റ്റൻസ് ആണ്, ഇക്വൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് യു ക്യാൻ എക്സ്പെക്ട് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചെയ്യുന്ന ഒരു ഇതായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പം ഇത് സ്റ്റാർ ഡെൽറ്റ അല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ EC and CD, ഓക്കെ, ബ്രാഞ്ച് EC and CD are in series. ഓക്കെ, are in സീരീസിലാണ്, സീരീസ് കണക്ഷനിലാണ്. ഇപ്പോൾ 2 റെസിസ്റ്റൻസ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് എന്ന് പറയുന്നത് 25 + 75 എന്ന് പറയുന്നത് 100 Ω എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 100 Ω. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് സർക്യൂട്ട് വിൽ ബിക്കംസ് ലൈക്ക് ദിസ്. ദെൻ അഗെയിൻ അപ്പം ഇവിടെ ഒരു 25, ഇവിടെ ഒരു 50, അഗെയിൻ ഒരു 50, ദെൻ 100 Ω. സോ ഇങ്ങനെ ആവും ഈ ഒരു സർക്യൂട്ട്, ഇങ്ങനെയായി മാറി. അതായത് ദിസ് ഈസ് K, G, this is E. Okay, അതേപോലെ this is M, H and F. So this will be 100, this will be 100 and this will be 100.
അപ്പോൾ ഈ സി എന്ന് പറയുന്നത് ഈ ഒരു 25 ഓം, ഈ ഒരു 25 ഓം ആൻഡ് 75 ഓം സീരീസ്. സോ ദിസ് വിൽ ബിക്കംസ് 100 ഓം. ഓക്കെ, 100 ഓം. അപ്പോൾ എന്താണ്, ഇത് രണ്ടും എന്താണ്, പാരലൽ ആണ്. സോ ടു റെസിസ്റ്റൻസ് ആർ കണ്ടക്ടഡ് ഇൻ പാരലൽ. സോ വാട്ട് ഇസ് ഇറ്റ്സ് ഇക്വലന്റ്? ഇക്വലന്റ് എന്ന് പറയുമ്പോൾ എന്തോ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. 100 പ്ലസ് 100, 100 ഇൻറ്റു 100 പ്ലസ് 100 ഇൻറ്റു 100, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50 ഓം നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 50 ഓം. സോ അപ്പോൾ ഈ സർക്യൂട്ട് എന്തായി മാറും? 25, 100, 50, 50, again 50, again 50. So this will become 50, this will become 50, 100, 50, 100, and this is 25. Then A, B. Then in the terminal A, B. So now K, M. This is G and H. Okay. അപ്പോൾ ഇ എഫ് എന്ന് പറഞ്ഞ ടെർമിനലിൽ പോയി. ഇ എഫും ഇതും കൂടെ ചേർത്തിട്ടാണ് 50 ഓം ആയത്. നൗ ദിസ് 50 and 50 ആർ ഇൻ സീരീസ് അല്ലേ? ഈ 50യും ഈ 50യും സീരീസ് ആണ്. അപ്പം ദ സർക്യൂട്ട് അഗെയിൻ എന്താ റീഡ്രോ നമുക്ക് ചെയ്യാം. റീഡ്രോ ചെയ്യുമ്പം ഇങ്ങനെയാണ് വരുന്നത്. എന്താണ്? അഗെയിൻ 25, 100, 50, 100, 100. അപ്പോൾ എന്താ, ഈ രണ്ട് റെസിസ്റ്റൻസ് വീണ്ടും പാരലലാണ്. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്റൻസും കൂടെ സീരീസ് മീൻസ് പാരലൽ ആയതുകൊണ്ട് വീണ്ടും നമ്മൾ ഈക്വലന്റ് കണ്ടുപിടിക്കുമ്പോൾ എന്തോ ദിസ് വിൽ ബിക്കംസ് 50 ഓം. അപ്പോൾ 50 ഓം എന്ന് പറയുമ്പോൾ ദിസ് വിൽ ബിക്കംസ് അഗെയിൻ ദി സർക്യൂട്ട് വിൽ ബിക്കംസ് 50, 50 ഇങ്ങനെയായി മാറി. അതായത് എ, ദിസ് ഈസ് ബി, ദിസ് ടെർമിനൽ വിൽ ബി കെ ആൻഡ് ദിസ് ഈസ് എം. ഓക്കെ, അപ്പോൾ 50, 50, 100 ഇത് 25 ഓം. അപ്പോൾ എന്താ, ദിസ് വിൽ ബിക്കംസ് അഗെയിൻ 25, 100, again 100. So 25, 100, 100. So this is A and this is B. അപ്പോൾ again എന്തോ രണ്ട് റെസിസ്റ്റൻസ് എന്താ 100 ഓം. അപ്പോൾ 100 into 100 ഡിവൈഡ് ബൈ 100 പ്ലസ് 100. രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ എന്തോ 1/R1 പ്ലസ് 1/R2 അല്ല. അത് ചെയ്യുമ്പോൾ എന്തോ 100/100, 100 into 100 ഡിവൈഡ് ബൈ 100 പ്ലസ് 100 എന്ന് പറയുമ്പോൾ 50 ഓം കിട്ടും. അപ്പം 25ഉം 50 ഓമും നമുക്ക് കിട്ടും. സോ അഗെയിൻ ദ ലാസ്റ്റ് ഫിഗർ വിൽ ബിക്കം ലൈക്ക് ദിസ്. ഇവിടെ 50 ഓം വരും, ഇവിടെ 25 ഓം വരും. ഓക്കെ, ദിസ് വിൽ ബിക്കം 25 ഓം. ഇതാണ് നമ്മുടെ എയും ബിയും. സോ അവർ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ടെർമിനൽ എ ആൻഡ് ബി വിൽ ബി ഈക്വൽ ടു നൗ 25 ഓം 50 ഓം സീരീസ് ആണ്. സോ 25 പ്ലസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഓം നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള റെസിസ്റ്റൻസ് ആൻസർ ഇതാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an alternating current is given by I is equal to 50 sin 314t. Find the maximum value, frequency, time period of the current എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക I is equal to IM sin omega t എന്നാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് I is equal to 50 sin 314t. സോ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ IM. IM എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ IM നമുക്ക് തന്നിരിക്കുന്നത് 50 ആണ്. സോ IM വിൽ ബി ഈക്വൽ ടു 50 ആംപിയർ ഇറ്റ്സെൽഫ്. IM ഇസ് ഈക്വൽ ടു 50 ആംപിയർ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി വാട്ട് ഈസ് ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് ദിസ് ഈക്വൽ ടു 2πf. ഓക്കെ, ഒമേഗ തന്നിരിക്കുന്നത് എത്രയാണ്? 314. സോ 314 ഇസ് ഈക്വൽ ടു 2πf. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഫ്രീക്വൻസി? F ഇസ് ഈക്വൽ ടു 314 ഡിവൈഡഡ് ബൈ 2π. 314 ഡിവൈഡഡ് ബൈ 2π. അത് ചെയ്യുമ്പോൾ നമുക്ക് 50 ഹെർട്സ് എന്ന് കിട്ടും. സോ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. സോ 50 ഹെർട്സ് എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡും ഫ്രീക്വൻസിയും റിലേഷൻ T ഈസ് ഈക്വൽ ടു 1/f. സോ ദറ്റ് ഈസ് ഈക്വൽ ടു 1/50. 1/50 എന്ന് പറയുമ്പോൾ 0.02 സെക്കൻഡ്സ് എന്ന് ആൻസർ കിട്ടും. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പം മാക്സിമം വാല്യൂ, അപ്പം ഇതിന് 1 മാർക്ക്, ഇതിനൊരു മാർക്ക്, ഇതിനൊരു മാർക്ക്, ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ എഴുതുന്നതിന് 1 മാർക്ക്, അങ്ങനെ 4 മാർക്ക് നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, ക്ലിയർ. അപ്പം അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഫേസർ ഡയഗ്രം ആൻഡ് ഇംപെഡൻസ് ട്രയാങ്കിൾ ഓഫ് എ സീരീസ് റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് സർക്യൂട്ട് എക്സൈറ്റഡ് ബൈ ആൻ AC സോഴ്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്താ സീരീസ് RL സർക്യൂട്ടാണ്. അപ്പോൾ ഒരു RL സർക്യൂട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തോ ഒരു RL സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. R L ഉള്ള സർക്യൂട്ട്. അതിനെ നമ്മളെന്തോ ഒരു AC സോഴ്സ് വെച്ച് നമ്മൾ എക്സൈറ്റ് ചെയ്യുകയാണ്. എക്സൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് R ഉം L ഉം ആണ്. സോ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് VR ഉം ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് VL ഉം ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് V, അപ്ലൈഡ് വോൾട്ടേജ് V. അപ്പോൾ ഇതിൻ്റെ ഫേസർ ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കറണ്ട് നമ്മൾ പ്ലോട്ട് ചെയ്തു. കറണ്ട്
ഓക്കെ, ഐ എന്നുള്ളത് പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഐയുടെ സെയിം ഇതിൽ തന്നെ എന്തായിരിക്കും വോൾട്ടേജ്, വാട്ട് ഈസ് വി ആർ? സോ വി എന്ന് പറയുന്നത് വെക്ടർ സം വി ആർ പ്ലസ് വി എൽ ആയിരിക്കും. സോ വി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തുവാ, ഐ ഇൻറ്റു ആർ. ഓക്കെ, ഐ ഇൻറ്റു ആർ പ്ലസ് ഐ ഇൻറ്റു എക്സ് എൽ എന്ന് നമുക്ക് എഴുതാം. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ വിൽ ബി ഐ ഇൻറ്റു എക്സ് എൽ. അപ്പം നമുക്കറിയാം റെസിസ്റ്ററിൽ വോൾട്ടേജും കറണ്ട് ഇൻ ഫേസ് ആണ്. സോ ഐ എം റൈറ്റിംഗ് ദിസ് ഈസ് വി ആർ. ഓക്കെ, ഐയും വിയും സെയിം ഫേസ് തന്നെയാണ്. ഇനി ഇൻഡക്ടറിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അപ്പോൾ കറണ്ട് എന്താ ലാഗ് ചെയ്യും. സോ ലാഗ് ചെയ്യുന്നുണ്ട് എന്താ, ദിസ് ഈസ് വിൽ ബി മൈ വി എൽ എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് മൈ വി എൽ. അപ്പോൾ രണ്ട് വോൾട്ടേജ് വി ആർ വി എൽ ഉണ്ട്. അപ്പം ഇത് രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും. ദിസ് വിൽ ബി റിസൾട്ടൻ്റ് വിൽ ബി അവർ വി. സോ വി ക്യാൻ ബി റിട്ടൺ ആസ് നത്തിങ് ബട്ട് വി ഈസ് ഈക്വൽ ടു വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ നമുക്ക് എഴുതാം. ഇതാണ് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഫേസർ ഡയഗ്രാം ഓഫ് അവർ ആർ എൽ സർക്യൂട്ട്. ദെൻ വാട്ട് ഈസ് വി ആർ? വി ആർ എന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വി ആർ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ. അതേപോലെ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ വിൽ ബി നത്തിങ് ബട്ട് മൈ ഐ ഇൻറ്റു എക്സ് എൽ. സോ സിൻസ് ഇസ് എ സി സർക്യൂട്ട്, ഇതിൻ്റെ റിസൾട്ടൻറ്റ് വി എന്ന് പറയുന്നത് ദിസ് ഈസ് വി ആർ ഇസ് ഈക്വൽ ടു ദിസ് ഈസ് വി എൽ ഇസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇസഡ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനെയാണ് വോൾട്ടേജ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താ, ഇമ്പിഡൻസ് ട്രയാങ്കിൾ ആണ്. സോ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്കെന്താ ഇത് മാത്രം എഴുതിയാൽ മതി. എന്താണ്, ഐ ഇല്ലാതെ. സോ ദിസ് ഈസ് മൈ ആർ ആൻഡ് ദിസ് ഈസ് മൈ എക്സ് എൽ ആൻഡ് ദിസ് ഈസ് മൈ ഇസഡ്. ഓക്കെ, ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് ഈസ് 5. ഇവിടെയാണ് ഫൈവ്. ഈ 5 എന്ന് പറയുന്നതാണ് പവർ ഫാക്ടർ നമ്പർ. ടേക്ക് ദ കൊസൈൻ ഓഫ് ദി ആംഗിൾ cos 5 വിൽ ബി ഈക്വൽ ടു ആർ ബൈ ഇസഡ്. ഇതാണ് അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇതാണ് അഗൈൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്, Z1 ആൻഡ് Z2. Z1 ഈസ് ഈക്വൽ ടു 4 പ്ലസ് J3. Z2 എന്ന് പറയുന്നത് 6 - J9 എന്ന് പറയുന്നത് രണ്ട് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഫൈൻഡ് ദ ഈക്വലന്റ് ഇമ്പിഡൻസ് ഇൻ പോളാർ ഫോം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈക്വലന്റ് കണ്ടുപിടിക്കണം. സോ Z ഈക്വലന്റ് ഇസ് ഈക്വൽ ടു സീരീസിലായതുകൊണ്ട് Z1 പ്ലസ് Z2. അപ്പം Z1 പ്ലസ് Z2 മീൻസ് 4 പ്ലസ് J3 പ്ലസ് 6 - J9. അപ്പോൾ എന്താ, വി ക്യാൻ റൈറ്റ് 10 - J6 എന്ന് നമുക്ക് എഴുതാം. സോ Z ഈക്വലന്റ് വിൽ ബി ഈക്വൽ ടു 10 - J6. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എ പ്ലസ് ജെ ബി എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഫോമിലാണ്. ഇതിനെ നമ്മൾ പോളാർ ഫോമിലൊക്കെ മാറ്റുകയാണെങ്കിൽ ആർ ആംഗിൾ തീറ്റ, വേർ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതേപോലെ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 10 - J6 ആണ് ഇക്വലന്റ് ഇമ്പിഡൻസ്. അത് പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. So that is nothing but root of 10 square plus 6 square angle tan inverse of -6 by 10 from root of 100 plus that is root of 136, that is 11.66 angle tan inverse minus 6 by 10 എന്ന് പറയുന്നത് -30.96 ഡിഗ്രി. സോ ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ ഫോം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? സോ ഇത്രയാണ് പാർട്ട് എയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അതായത് മെഷ് കറണ്ട് സോൾവ് മെഷ് അനാലിസിസ് വെച്ച് ചെയ്യാനുള്ളതാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു മെഷ് എടുക്കുക. ഫസ്റ്റ് മെഷ് അപ്പോൾ ഇവിടെ 3 മെഷാണ് ഉള്ളത്. I1 I2 അതിന് 3 എണ്ണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് മെഷാണ് എടുക്കുന്നത്. ഫസ്റ്റ് കൺസിഡറിങ് ഫസ്റ്റ് മെഷ്. ഓക്കെ, ഫസ്റ്റ് മെഷാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഫിഗർ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഫിഗർ എന്ന് പറയുമ്പം ഒരു 2 ohm വരും, ഒരു 4 ohm വരും. അപ്പം നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതേപോലെ ആ ഫിഗർ അങ്ങ് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. 25 volt, 2 ohm, then 4 ohm. ഓക്കെ, ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. I2 എന്ന് പറയുന്ന കറണ്ട് ഈ 4 ohmൽ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് എൻ്റർ ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, -2I1. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സൈൻ കൺവെൻഷൻ ചെയ്യാം. യു ഗെറ്റ് ദ സെയിം ആൻസർ. പോസിറ്റീവ് നെഗറ്റീവിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് പോസിറ്റീവായിട്ട് എടുക്കാം. തിരിച്ച് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് കറണ്ട് പോകുന്നതിന് നെഗറ്റീവായിട്ട് എടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് പോസിറ്റീവ്, എൻ്റെ സൈൻ കൺവെൻഷൻ ഇവിടെ ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഐ ആം ടേക്കിംഗ് ദിസ് ഇസ് നെഗറ്റീവ്. നെഗറ്റീവ് നിന്നാണ് പോസിറ്റീവിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എടുത്തു -2I1. ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, ദിസ് ഇസ് പ്ലസ് ദിസ് ഇസ് മൈനസ്. അപ്പം -4 ഇൻറ്റു ഇവിടെ 2 കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ 4 ഇൻറ്റു I1 മൈനസ് I2 രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് I1 മൈനസ് I2 എന്ന് എഴുതിയത്. ഇവിടെ വരുമ്പോൾ എന്താ നെഗറ്റീവ് ഇന്ന് പോസിറ്റീവിലുള്ള കറണ്ട് ഫ്ലോ. ഈ കറണ്ട് നെഗറ്റീവ് ടു പോസിറ്റീവ്. അപ്പം ദറ്റ് ഈസ് പ്ലസ് 25 ഈസ് ഈക്വൽ ടു 0 നമ്മൾ എഴുതി. ഓക്കെ, പ്ലസ് 25 ഈക്വൽ ടു 0. അപ്പോൾ എനിക്ക് ആദ്യത്തെ മെഷിൻ്റെ ഇക്വേഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ആദ്യത്തെ മെഷിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് 2I1 മൈനസ് 4 ഇൻറ്റു I1 മൈനസ് I2 പ്ലസ് 25 ഈക്വൽ ടു 0. അപ്പം മൈനസ് 6I1 പ്ലസ് 4I2 ഈസ് ഈക്വൽ ടു മൈനസ് 25 എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് മെഷ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. സെക്കൻഡ് മെഷ് കൺസിഡർ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ക്രിച്ചോസ് കറണ്ടിലോ ക്രിച്ചോസ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്യുകയാണ്. രണ്ടാമത്തെ മെഷ് എന്ന് പറയുമ്പോൾ 6 ഓം 5 ഓം 4 ഓം ഇത്ര മാത്രമേ വരത്തുള്ളൂ. 4 6 5. അപ്പോൾ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 ആണ്. ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3 ആണ്. ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മുടെ മെയിൻ മെഷ് എന്ന് പറയുന്ന സെക്കൻഡ് ഇതാണ്. അപ്പോൾ അവിടെ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്യുകയാണ്. ദിസ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ് ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം മൈനസ് 6 ഇൻറ്റു അവിടുത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നത് I2 6 ഇൻറ്റു I2. ഇവിടെ വരുമ്പോൾ എന്താ പ്ലസ് ടു മൈനസ് മൈനസ് 5 ഇൻറ്റു എന്ത് വരും I2 മൈനസ് I2 മൈനസ് I3. അടുത്ത് ഇവിടെ വരുമ്പോൾ എന്താ മൈനസ് 4 ഇൻറ്റു I2 മൈനസ് I1 ഇസ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് എഴുതാം, നമുക്ക് എന്ത് കിട്ടും 4I1 then minus 15I2 plus 5I3 is equal to 0 എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ മെഷും കൂടെ നമുക്ക് എഴുതാം. തേർഡ് മെഷ് ആണെങ്കിൽ ഇവിടെ 2 ഓം 10 വോൾട്ടും ഇവിടെ 5 ഓം ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് 5 2 10. ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3 ആണ്. സോ അങ്ങനെ ആകുമ്പോൾ ഇവിടെ അഗെയിൻ ഇത് പ്ലസ് മൈനസ്, ഇവിടെ പ്ലസ് മൈനസ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ് മൈനസ് 2I3 ദെൻ പ്ലസ് 2 മൈനസ്, സോ മൈനസ് 10. അടുത്ത അഗെയിൻ പ്ലസ് 2 മൈനസ്, മൈനസ് 5 ഇൻറ്റു I3 മൈനസ് I2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5I2 മൈനസ് 7I3 ഈസ് ഈക്വൽ ടു 10. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇങ്ങനെ 3 മെഷ് 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഈ 3 ഇക്വേഷൻസും ഞാൻ സ്ലൈഡിൽ എഴുതാണ്. 3 ഇക്വേഷൻസാണ് നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് 6I1 പ്ലസ് 4I2 ഈസ് ഈക്വൽ ടു മൈനസ് 25. രണ്ടാമത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് 4I1 മൈനസ് 15I2 പ്ലസ് 5I3 ഈസ് ഈക്വൽ ടു 0. മൂന്നാമത് കിട്ടിയത് 5I2 മൈനസ് 7I3 ഈസ് ഈക്വൽ ടു 10. ഇങ്ങനെ 3 ഇക്വേഷൻ കിട്ടി. ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇക്വേഷൻ. 3 ഇക്വേഷൻ കിട്ടി. ഈ 3 ഇക്വേഷൻസിൽ നമുക്ക് വേണ്ടത് I1 I2 I3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മെട്രിക്സ് ഫോമിൽ എഴുതുക. മൈനസ് 6 4 ഇവിടുത്തെ കോഎഫിഷ്യൻസ് മാത്രമേ എഴുതുന്നു. മൈനസ് 6 4 I3യുടെ കോഎഫിഷ്യൻ ഇല്ലാത്തതുകൊണ്ട് 0. നെക്സ്റ്റ് 4 മൈനസ് 15 5. അടുത്ത് 0 5 മൈനസ് 7 that is into I1 I2 I3 that is equal to minus 25 0 10. ഇങ്ങനെ നമുക്ക് എഴുതാം. ദിസ് ഈസ് ഹൗ മെട്രിക്സ് ഫോമിൽ നമ്മൾ എഴുതുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് ഫോമിൽ നമുക്ക് എഴുതുന്നത്. ഈ മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് I1 I2 I3 നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താലും മതി. കാൽക്കുലേറ്റർ ഈ 3 ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുമ്പം യു ഗെറ്റ് ദി ആൻസർ. അപ്പം നമുക്കിവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് കഴിയുമ്പം ഒരെണ്ണം മാത്രമേ കാണിക്കാം. I1 എങ്ങനെയാണ് എഴുതുന്നതെന്ന് മാത്രം പറയാം. I1 എന്ന് പറയുമ്പം ഈ ഡിനോമിനേറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഈ സെയിം തന്നെയായിരിക്കും. മൈനസ് 6 4 0 4 മൈനസ് 15 5 0 5 മൈനസ് 7 ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതിന് ന്യൂമറേറ്റർ നമ്മൾ എഴുതുമ്പം ഫസ്റ്റ് എലമെൻറ്റ് I1 ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കോളം മാറ്റിയിട്ട് ഇത് എഴുതാം. മൈനസ് 25 0 10. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. 4 മൈനസ് 15 5 0 5 7 ഇങ്ങനെയായിരിക്കും നമ്മുടെ I1 മെട്രിക്സ് എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് ദ വാല്യൂ. ഇപ്പോൾ I2 ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ
I1 I2 I3 എല്ലാത്തിലും നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. ന്യൂമറേറ്ററിൽ I1 ആണെങ്കിൽ ഫസ്റ്റ് ഇത് മാറ്റുക, I2 ആണെങ്കിൽ സെക്കൻഡ് ഇത് മാറ്റുക, I3 ആണെങ്കിൽ തേർഡ് ഇത് മാറ്റുക. തേർഡ് മാറ്റിയിട്ട് ഈ വാല്യൂസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സംതിങ് 4.89 ആംപിയർ കിട്ടും. സോ ഈ 3 ഇക്വേഷൻ കൊണ്ട് സോൾവ് ചെയ്യുമ്പം I1 വി ഗെറ്റ് 4.89 ആംപിയർ, I2 എന്ന് പറയുന്ന കറണ്ട് 1.086 ആംപിയർ കിട്ടും, I3 എന്ന് പറയുന്നത് -0.652 ആംപിയർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഇതിൽ എന്തോ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ I3 നമുക്ക് നെഗറ്റീവാണ് കിട്ടിയത്. നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റാണ്. അതായത് ക്വസ്റ്റ്യനിൽ ഈ ഡയറക്ഷൻ എടുത്തിട്ടാണ് തന്നിരിക്കുന്നത്. ആ ഡയറക്ഷനിലുള്ള കറണ്ട് ആക്ച്വൽ ഡയറക്ഷൻ അതല്ല, ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ച്വലി കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇക്വേഷൻസിന് 6 മാർക്ക് കിട്ടും. ഈ ഓരോ സൊല്യൂഷനും നിങ്ങൾക്ക് ഓരോ മാർക്ക് കിട്ടും. പിന്നെ 1 മാർക്ക് നിങ്ങൾ മെട്രിക്സ് ഫോം റിപ്രസെൻറ്റ് ചെയ്തതിന് 1 മാർക്ക്, അങ്ങനെ മൊത്തം 10 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. സോ മെഷ് അനാലിസിസിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വൺലി തിങ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ മെഷും സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, തെറ്റിപ്പോകാതെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് എയിലെ അടുത്ത ക്വസ്റ്റ്യനാണ്. 7ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിറ്റർമൈൻ ദ നോഡ് വോൾട്ടേജ് ഇൻ ദ ഗിവൺ സർക്യൂട്ട് എന്ന് പറയുന്നത്. നോഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം നോഡ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ തന്നെ നോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല. അപ്പോൾ നോഡ് ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ പോയിന്റ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു, V1, V2, V3 ബി ദ നോഡ് വോൾട്ടേജസ് അതിനായിട്ട് എടുക്കുന്നു. നോഡ് വോൾട്ടേജസ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിവിടെ 2 നോഡ്സിൻ്റെ കാര്യം ഞാൻ വരയ്ക്കാം. 2 നോഡ്സ് നമുക്ക് ആദ്യം വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് നോഡിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോഡിൽ ഏതൊക്കെ ബ്രാഞ്ചസാണ് ഉള്ളതെന്ന് നോക്കുക. ഒരു 2 ohm ഉണ്ട്. സോ ഇവിടെ ഒരു 2 ohm ഉണ്ട്, താഴോട്ടൊരു 2 ohm വരച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു 28 ആംപിയർ ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ഒരു 28 ആംപിയർ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നിന്നൊരു 10 ohm കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് 10 ohm. ഇത് പോകുന്നത് V3 പോകുന്നത്. ഓക്കെ, തേർഡ് ഇതിലേക്കാണ് പോകുന്നത്. ഇത് സെക്കൻഡ് നോഡിലോട്ടാണ് പോകുന്നത്, ഇത് തേർഡ് നോഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു നോഡിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് ഉള്ളതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റിപ്പോകത്തില്ല. എന്നിട്ട് കറണ്ട് തന്നിരിക്കുന്ന ബ്രാഞ്ചസ് വിട്ടേക്കുക. അല്ലാത്ത ബ്രാഞ്ചസിൽ എല്ലാത്തിലും കറണ്ട് ലീവ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. ഇങ്ങനെ കറണ്ട് ലീവ് ചെയ്യുന്നു എന്നുള്ളത് അസ്യൂം ചെയ്യുക. എന്നിട്ട് KCL അപ്ലൈ ചെയ്യുന്നു. KCL അപ്ലൈ ചെയ്യുമ്പോൾ എന്താ, കറണ്ട് എൻറ്ററിങ് ഈക്വൽ ടു കറണ്ട് ലീവിങ്. അത്ര എഴുതിയത് കറണ്ട് എൻറ്ററിങ് ഈസ് ഈക്വൽ ടു കറണ്ട് ലീവിങ്. അപ്പം ഈ കേസിൽ നമുക്ക് എഴുതാൻ എന്തോ കറണ്ട് എൻറ്ററിങ് എന്ന് പറയുന്നത് 28 ആംപിയർ എന്ന് പറയുന്നതാണ് കറണ്ട് ഈ നോഡിലോട്ട് വരുന്നത്. സോ 28 ഈസ് ഈക്വൽ ടു, ഇനി ഓരോ ബ്രാഞ്ചിലായിട്ട് കറണ്ട് നോക്കാം. ആദ്യം ഈ ബ്രാഞ്ചിലെ കറണ്ട് I ഈസ് ഈക്വൽ ടു V/R. അപ്പോൾ V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. സോ V1/2 എന്ന് നമുക്ക് എഴുതാം, V1/2. അടുത്ത് ഈ ബ്രാഞ്ചിലെ കറണ്ട് എന്ന് പറയുന്നത് ഈ പോയിന്റ് വേറൊരു പോയിന്റായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ വോൾട്ടേജ് V2 ആണ്. സോ അതുകൊണ്ട് ഞാൻ എഴുതുന്നു V1 - V2 വിത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദിയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഈ 10 ohm എന്ന് പറയുന്നത് തേർഡ് നോഡിലാണ് കണക്ട് ചെയ്യുന്നത്. അവിടുത്തെ വോൾട്ടേജ് V3 ആണ്. സോ V1 - V3/10 എന്ന് നമുക്ക് എഴുതാം. സോ ഇങ്ങനെ നമുക്ക് V1/2 പ്ലസ് V1 - V2/2 പ്ലസ് V1 - V3/10 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ഇതിനെ സിംപ്ലിഫൈ എഴുതുകയാണെങ്കിൽ എന്താ, 1/2 പ്ലസ് 1/2 പ്ലസ് 1/10 ഇൻറ്റു V1 മൈനസ് V2/2 മൈനസ് V3/10 ഇസ് ഈക്വൽ ടു 28. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് എഴുതാം. ഇനി ഞാൻ സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് നോഡ് എന്ന് പറയുമ്പോൾ എന്താ, 2 എന്നുള്ള പോയിന്റ്. ഇപ്പോൾ 2 എന്നുള്ള പോയിന്റിൽ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, താഴോട്ട് വരുന്നുണ്ട് അല്ലേ. ദിസ് ഈസ് 5 ohm, 1 ohm, 2 ohm, ഇങ്ങനെ 3 എണ്ണമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് ഇതൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അസ്യൂം ഇതാണ് നമ്മുടെ V2. ഓക്കെ, ജസ്റ്റ് അസ്യൂം ഏത് നോഡ് കൺസിഡർ ചെയ്താലും അവിടെ കറണ്ട് സോഴ്സും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അസ്യൂം ചെയ്യുക എല്ലാ ബ്രാഞ്ചിലും കറണ്ട് ലീവ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. എല്ലാ കറണ്ടും ലീവ് ചെയ്യാണ്. അപ്പോൾ ലീവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ഇത് ഫസ്റ്റ് നോഡിലോട്ടാണ് പോകുന്നത്, ഇത് തേർഡ് നോഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം V2 മൈനസ് V1/2 പ്ലസ് V2 മൈനസ് V3/1 plus V2/5. there is no current entering, so it is equal to 0. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം V1 - V1/2 പ്ലസ്
1/2 plus 1 plus 1/5 into V2 minus V3 is equal to 0. This is my second equation. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇനി മൂന്നാമത്തെ നോഡ് എഴുതാൻ പോവാണ്. മൂന്നാമത്തെ നോഡ് ആണെങ്കിൽ മൂന്നാമത്തെ നോഡ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് തേർഡ് നോഡ്. തേർഡ് നോഡിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ദിസ് ഇസ് 4 ohm 1 ohm. ഇത് സെക്കൻഡ് നോഡിലോട്ട് പോവാണ്. ഒരു 10 ohm റെസിസ്റ്റൻസ് ഉണ്ട്, 10 ohm. ഇത് ഫസ്റ്റ് ഇതിലേക്ക് പോവാണ്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടായിരുന്നു, ദിസ് ഇസ് 2 ആംപിയർ. ഇത് കറണ്ട് ലീവ് ആണ്, എന്തോ ആയിക്കോട്ടെ, കറണ്ട് എന്തോ ആയിക്കോട്ടെ, ലീവയോ എൻട്രിയോ ചെയ്തോട്ടെ. നമുക്ക് വേണ്ടത് ഇത്ര ഈ നോഡാണ്. സോ ദിസ് ഇസ് മൈ തേർഡ് V3. ജസ്റ്റ് അസ്യൂം കറണ്ട് എല്ലാത്തിനും ലീവ് ചെയ്യുന്നു അസ്യൂം ചെയ്യുക. എക്സെപ്റ്റ് കറണ്ട് സോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡയറക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കറണ്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് എൻറ്ററിങ് ഉള്ളൂ, കറണ്ട് ലീവ്, കറണ്ട് എൻറ്റർ ഒന്നും ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് നമ്മൾ V3 മൈനസ് V1/10 പ്ലസ് V3 മൈനസ് V2/1 പ്ലസ് V3/4 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പം മൈനസ് V1/10 മൈനസ് V2 പ്ലസ് 1/10 പ്ലസ് 1 പ്ലസ് 1/4 is equal to into V3 equal to minus 2. This is my third equation. Okay, നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. അപ്പം ഈ 3 ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യണം. ഈ 3 ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, minus 1.1 V1 minus 0.5 V2 minus 0.1 V3 is equal to 28. This is equal to 28. This is my first equation. രണ്ടാമത്തെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.5 V1 മൈനസ് പ്ലസ് 1.7 V2 മൈനസ് V3 is equal to 0 മൈനസ് 0.1 V1 മൈനസ് V2 പ്ലസ് 1.35 V3 is equal to minus 2. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ദിസ് ഇസ് ദ തേർഡ് ഇക്വേഷൻ. അപ്പോൾ ഈ 3 ഇക്വേഷനും നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം നിർബന്ധം. മെട്രിക്സിൽ ചെയ്തതിൻ്റെ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അത് മതിയാവും, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ വൺലി തിങ് ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. നോഡ് കറണ്ട് ഡയറക്ഷനിൽ ലീവ് ചെയ്യുന്ന രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് V1 is equal to 23.52 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, 23.52 വോൾട്ട് എന്ന് കിട്ടും. പിന്നെ V2 എന്ന് പറയുന്നത് 4.92 വോൾട്ട് എന്ന് കിട്ടും. ആൻഡ് അഗെയിൻ V3 വിൽ ബി V3 എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 3.38 വോൾട്ട്. ഇങ്ങനെ നമുക്ക് വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെ ഇതാണ് നമ്മൾ ഇക്വേഷൻസ് കറക്റ്റായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. സോ ഇത് അങ്ങനെയാണ് നമ്മൾ നോഡ് അനാലിസിസിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്തത് സെക്കൻഡ് മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് മോഡലുള്ള മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ള ഒരു പ്രോബ്ലമാണിത്. 8A ക്വസ്റ്റ്യൻ. എ റെക്ടാംഗുലർ ഷേപ്പ് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എ റെക്ടാംഗുലർ ഷേപ്ഡ് കോർ ബൗണ്ട് വിത്ത് എ കോയിൽ ഓഫ് 150 ടേൺസ് ആൻഡ് 1.2 ആംപിയർ is made of mild steel plate 10 mm to 20 mm cross section. The mean length of the magnetic path is 15 cm. Calculate the magnetizing force, flux density, reluctance, flux of the magnetic circuit, പിന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി മൈൽഡ് സ്റ്റീലും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡേറ്റാസ് ഒന്ന് എഴുതുക, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ I is equal to 1.2 ആംപിയർ. Then area will be given as 10 millimeter into 20 millimeter. അത് മില്ലിമീറ്റർ, അത് കറക്റ്റായിട്ട് എഴുതുക, എന്നാലേ അത് ആൻസർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ലെങ്ത് is equal to 15 centimeter. Then mu r is given as 940. ഇത്രയും ഡേറ്റാസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ അപ്പം നിങ്ങൾക്ക് ഞാനൊരു എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ ഇക്വേഷൻസ് എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടതെന്നുള്ള ഒരു സ്റ്റെപ്പ് ടു ഫോളോ മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ H ആണ്. H is equal to NI divided by L ആണ്. NI divided by L, ഇതാണ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ 150 × 1.2 ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ
15 into 10 raised to minus 2 മീറ്റേഴ്സിൽ എഴുതാവും. ഓക്കെ, മീറ്റേഴ്സിൽ എഴുതാവും. സോ 150 into 1.2 ഡിവൈഡ് ബൈ 15 into 10 raised to minus 2 നമുക്ക് ചെയ്യുമ്പോൾ 1200 ആംപിയർ ടേൺ പെർ മീറ്റർ. അതായത് എൻ എന്ന് പറയുന്നത് ടേൺ ആണ്, 1.2 ആംപിയർ ആണ്. സോ ആംപിയർ ടേൺസ്. എൻ ഐ എന്ന് പറയുന്നത് എന്താ, എം എം എഫ് ആണ് എൻ ഐ എന്ന് പറയുന്നത്. ഓക്കെ, എം എം എഫിനെയാണ് എൻ ഐ എന്ന് പറയുന്നത്. എം എം എഫിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ ടേൺ. സോ ആംപിയർ ടേൺ പെർ മീറ്റർ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നമുക്കിത് കിട്ടി. അടുത്തത് നമുക്ക് വേണ്ടത് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫ്ലക്സ് ഡെൻസിറ്റി അഥവാ ബി. അപ്പോൾ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻസ് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എം എം എഫ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് എം എം എഫ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എൽ. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ദറ്റ് ഈസ് എൻ ഐ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എൽ. അപ്പം ഹെച്ചിനെ ഇൻ ടേംസ് ഓഫ് ബി ആയതാണ്. ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഹെച്ച് എന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഹെച്ചിന് പകരം ബി ബൈ മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബി ബൈ മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു ബി ബൈ മ്യൂ ഇൻറ്റു എൽ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ നമുക്ക് ബി കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് ബി? ബി എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു എൻ ഐ മ്യൂ ഡിവൈഡഡ് ബൈ എൽ എന്ന് നമുക്ക് എഴുതാം. എൻ ഐ മ്യൂ ഡിവൈഡഡ് ബൈ എൽ. അപ്പം എൻ ഐ എന്ന് പറയുന്നത് എന്താ, വാട്ട് ഈസ് എൻ? എൻ ഈസ് 150, ഐ ഈസ് 1.2, മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത് എന്താ, മ്യൂ 0 മ്യൂ ആർ. മ്യൂ ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് മ്യൂ 0 മ്യൂ ആർ. മ്യൂ 0യുടെ വാല്യൂ 4π into 10 raised to minus 7. മ്യൂ ആർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 940 ഡിവൈഡഡ് ബൈ 15 into 10 raised to minus 2. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 141,748.661 into 10 raised to minus 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1.417 ടെസ്ല. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബി കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യനായി. ഇനി മൂന്നാമത്തത് റിലക്റ്റൻസ് കണ്ടുപിടിക്കണം. മൂന്നാമത്തത് റിലക്റ്റൻസ് ആണ്. പിന്നെ നാലാമത്തെ ഫ്ലക്സ് ആണ്. അപ്പോൾ റിലക്റ്റൻസും ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടിയതുകൊണ്ട് നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. എന്താ, ബി ഈസ് ഈക്വൽ ടു 5/a. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് എന്താ, ബി ഈസ് 5/a. സോ വാട്ട് ഈസ് 5? 5 ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. അത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. സോ അതുകൊണ്ട് നമുക്ക് ചെയ്തേക്കാം. 5 ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. ബി നമുക്ക് കിട്ടി 1.417 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് തന്നിരിക്കുന്നുണ്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 10 millimeter into 20 millimeter. സോ ദറ്റ് ഈസ് നമുക്ക് ഏരിയ എന്ന് പറയുന്നത് എന്താ, ഇൻറ്റു 10 into 10 raised to minus 3 into 20 into 10 raised to minus 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലക്സ് കിട്ടും. സോ ദറ്റ് ഈസ് നത്തിങ് ബട്ട് വി ഗെറ്റ് 283.4 into 10 raised to minus 6 എന്ന് കിട്ടും. ഓക്കെ, minus 6 വെബർ. ദറ്റ് ഈസ് 0.2834 into 10 raised to minus 3 വെബർ. Otherwise we can write this as 2.283 മില്ലി വെബർ നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, റിലക്റ്റൻസ് കണ്ടുപിടിക്കുക. റിലക്റ്റൻസ് എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന എസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ 0 മ്യൂ ആർ ഇൻറ്റു എ. വാട്ട് ഈസ് എൽ? എൽ ഈസ് ഈക്വൽ ടു 15 into 10 raised to minus 2 ഡിവൈഡഡ് ബൈ 4π into 10 raised to minus 7 into മ്യൂ ആർ is 940. ഏരിയ ഈസ് 10 into 10 raised to minus 3 into 20 into 10 raised to minus 3. ഇത് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 634926.635 ആംപിയർ ടേൺ പെർ വെബർ നമുക്ക് കിട്ടും. സോ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇസ് വെരി വെരി ഈസി. ദ ഓൺലി തിങ് പ്ലീസ് റിമെമ്പർ ദ ഇക്വേഷൻസ്. അപ്പം ഏതൊക്കെ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ നമുക്ക് ഈസിലി ഈ മൊഡ്യൂളിലെ പ്രോബ്ലം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. അടുത്തതിലേക്ക് പോവാം. എയ്ത്താമത്തതിൽ ബി ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതും എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഇതിൽ ഫസ്റ്റ് ലോ, ഫാരഡേസ് 2 ലോ ഉണ്ട്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്, ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. whenever there is a variation of magnetic flux linking with a coil and EMF is induced in that coil. ഇതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് ലോ ഈസ് the magnitude of the EMF
the magnitude of this EMF is proportional to the rate of change of flux linkage എന്ന് നമുക്ക് എഴുതാം. That is E is proportional to d phi by dt. E is proportional to d phi by dt. Suppose ഒരു കോയിലിന് n number of turns ഉണ്ടെങ്കിൽ അപ്പം അതിൻ്റെ ഫ്ലക്സ് ലിങ്കേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ n into phi ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ ഫ്ലക്സ് ലിങ്കേജ് വിൽ ബി n phi 1 എന്നെടുക്കുകയാണെങ്കിൽ ഫൈനൽ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് n into phi 2 ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ E will be equal to n into d by dt of phi 1 minus phi 2. That is nothing but E is equal to n into d phi by dt എന്ന് നമുക്ക് എഴുതാം. സോ E is equal to n into d phi by dt. ഇതാണ് Faraday's law of electromagnetic induction എന്ന് പറയുന്നത്. Now the second 9th question. Explain in detail the dynamically and statically induced EMF. An air solenoid has 300 turns. Its length is 25 cm and cross-sectional area of 3 cm square. Calculate the self-inductance if the coil current of 10 ampere is completely interrupted in 0.04 second. Calculate the EMF induced in the coil. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും ഡൈനാമിക് ഇൻഡ്യൂസ്ഡ് EMFും ഇമ്പോർട്ടൻ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFിൽ ഇൻ ദിസ് കേസ് കണ്ടക്ടർ എന്ന് പറയുന്നത് കണ്ടക്ടർ റിമൈൻസ് സ്റ്റേഷനറി. ഓക്കെ, കണ്ടക്ടർ റിമൈൻസ് സ്റ്റേഷനറി ആൻഡ് ദ ഫ്ലക്സ് linked with it change. Flux linkage with it is changed. Okay. Now statically induced EMF എന്ന് പറയുന്നത് it is of two types. Okay, it is of two types. One is called self-induced EMF and another one is mutual induced EMF. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് എഴുതാം. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF. ഇനി അതിൽ ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്ലക്സ് ലിങ്കേജ്. ഓക്കെ, ഇറ്റ്സ് ഓൺ ഫ്ലക്സ് ലിങ്കേജ് then it is called ഇറ്റ്സ് ഓൺ ആയതുകൊണ്ട് നമുക്ക് പറയാം സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ദെൻ വി ഗോ ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ബൈ ചേഞ്ചിങ് ദ കറണ്ട് in the neighboring circuit is called mutual induced EMF. Okay, this is called mutual induced EMF. ഇനി ഇതാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ എഴുതേണ്ടത്. ഡൈനമിക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൈനമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് in the case of dynamically induced EMF we know that field is stationary and conductor is moving. ഇതാണ് ഡൈനാമിക്. ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. അപ്പം ഒരു വോൾട്ടേജ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽഡ് വേണം, ഒരു കണ്ടക്ടർ വേണം, ആൻഡ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദീസ് ടു, ദെൻ an EMF will be developed. അല്ലേ? അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ വി ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഞാനൊരു കണ്ടക്ടർ ഞാനിങ്ങനെ വെക്കുകയാണ്. ഈ കണ്ടക്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് മൂവ്സ് ലൈക്ക് ദിസ്, മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ തീറ്റ മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം E is equal to BLV സൈൻ തീറ്റ എന്ന് നമുക്ക് പറയാം. BLV സൈൻ തീറ്റ. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. B മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുകയാണ്.
if it is the conductor is moving, then an EMF will be developed. That EMF is equal to BLV sin theta എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് ഡൈനാമിക്കലി ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്തോ, ഒരു എയർ സോളിനോയിഡ് സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കും, ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ കോയിലും കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റാസ് നേരത്തെ പറഞ്ഞു, തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതാം. 300 ടേൺസ് 25 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ? N is given as 300, L is given as 25 സെൻറ്റിമീറ്റർ, ഏരിയ is given as 3 സെൻറ്റിമീറ്റർ സ്ക്വയർ, റൈറ്റ്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് കറണ്ട് 10 ആംപിയർ ടൈം 0.04 സെക്കൻഡ്. ഓക്കെ, current is given as 10 ampere and t is equal to 0.04 second. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് ഇൻഡക്റ്റൻസും ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ കോയിലും കണ്ടുപിടിക്കണം. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻഡക്റ്റൻസ് ആൻഡ് ദ ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ കോയിൽ. അപ്പോൾ ഇൻഡക്റ്റൻസ് ഒരു എയർ സോളിനോയിഡിൽ ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, എയർ സോളിനോയിഡിലെ ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് mu ഇൻറ്റു n സ്ക്വയർ a ഡിവൈഡഡ് ബൈ l. ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. So what is mu? Mu is equal to mu 0. So 4 pi into 10 raised to minus 7 into 300 into 300 into 3 into 10 raised to minus 4 divided by 25 centimeters. 25 into 10 raised to minus 2. അതായത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കുകയാണ്. മാഗ്നറ്റിക് സർക്യൂട്ട്സിന് ഏത് പ്രോബ്ലം വന്നാലും നമ്മൾ മീറ്ററിൽ വേണം കൺവേർട്ട് ചെയ്യാൻ. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.1357 millihenry എന്ന് നമുക്ക് ആൻസർ കിട്ടും. Okay, this is the inductance value. Now, if in this inductance, if a 10 ampere current is flowing and 0.04 second it is interrupted, what is the EMF? എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം what is E? E is equal to L into di by dt എന്നുള്ള ഇക്വേഷൻ. E is equal to L into d by dt. So E is equal to 0.1357 into 10 raised to minus 3. അല്ലേ, 0.1357 millihenry ആണ്. മില്ലി നമ്മൾ into 10 raised to minus 3. What is di by dt? Di by dt എന്ന് പറഞ്ഞാൽ 10 divided by 0.04. So E is equal to 0.03392 വോൾട്ട് നമുക്ക് കിട്ടും. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഇസ് ക്ലിയർ, റൈറ്റ്? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തത് AC സർക്യൂട്ട്സ് മൊഡ്യൂൾ 3യിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു RLC സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. ഇറ്റ്സ് ആൻ RLC സർക്യൂട്ട്. സോ ഫസ്റ്റ് തിങ്, ദ ഗിവൻ ഡേറ്റാസ് ആർ R is equal to 10 ohm, inductor L is given as 0.3 Henry and capacitor is given as 100 microfarad. Voltage are contained in series across the voltage, so V is equal to 230 volt. Frequency is given as 50 Hz. Single phase AC supply. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് Z കണ്ടുപിടിക്കണം, I കണ്ടുപിടിക്കണം, പവർ കണ്ടുപിടിക്കണം ആൻഡ് കോസ് ഫൈ, പവർ ഫാക്ടർ കണ്ടുപിടിക്കണം, കോസ് ഫൈ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ Z കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ Z? Z is equal to root of R square plus XL minus XC the whole square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിലും ഈ AC സർക്യൂട്ട്സിലും ഇക്വേഷൻസ്, എന്തൊക്കെ ഇക്വേഷൻസ് പഠിക്കണം എന്നുള്ളതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക, കാണാത്തവർ അതൊന്ന് നോക്കുക. അപ്പം എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളത് മനസ്സിലാവും. എല്ലാം RC ആയാലും RL ആയാലും RLC ആയാലും ഓർത്തിരിക്കുക എളുപ്പമാണ്. സോ അപ്പം XL വാല്യൂ കണ്ടുപിടിക്കും. സോ വാട്ട് ഈസ് XL? XL is equal to L omega. L omega എന്ന് പറയുന്നത് 2 pi F into L. ഓക്കെ, വാട്ട് ഈസ് 2 pi into F? 2 pi into 50, F 50 ആണ്, L is 0.3. സോ വി ഗെറ്റ് XL is equal to 94.24 ohm എന്ന് കിട്ടും, റൈറ്റ്? Then what is XC? XC is equal to 1 by C omega. That is equal to 1 by 2 pi F into C. That is equal to 1 by 2 pi into 50 into C is 100 microfarad. So 100 into 10 raised to minus 6. So XC യുടെ വാല്യൂ എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 31.83 ohm എന്ന് കിട്ടും, റൈറ്റ്? സോ വാട്ട് ഈസ് Z? സോ Z is equal to root of R യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 square. So 10 square plus 94.24 minus 31.83 the whole square. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് Z is equal to 63.21 ohm എന്ന് കിട്ടും, റൈറ്റ്? Z is given. Then what is next question is current. Current എന്ന് പറയുമ്പോൾ എന്താ? Current I is equal to V by Z. That is nothing but 230 divided by 63.21 ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ആൻസർ. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 3.63 ആംപിയർ. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പവറാണ്. C is power. P is equal to VI cos phi. P equal to VI cos phi. നമുക്ക് cos phi എത്രയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് cos phi കൊണ്ട് കണ്ടുപിടിക്കാം. What is cos phi? Cos phi is equal to R by Z ആണ്.
Okay, R by Z. So cos phi is equal to R by Z means R 3 ആണ്, R 10. So 10 divided by 63.21. So we get power factor as 0.158. Okay, cos phi is given as 0.158. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ വലുത്? XL ആണ് ഗ്രേറ്റർ വാല്യൂ. എക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ XL ആണ് ഗ്രേറ്റർ. സോ ഇറ്റ്സ് എ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താ? ഇൻഡക്റ്റീവ് നേച്ചർ. ഇൻഡക്റ്റീവ് ആകുമ്പോൾ ലാഗ് എന്ന് എഴുതുക. If XC is greater, then we can say lead എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ P equal to VI cos phi നമ്മൾ എന്താ? What is 230 into 3.63 into 0.158. അത് ചെയ്യുമ്പോൾ നമുക്ക് പവറിൻ്റെ വാല്യൂ കിട്ടും. സോ പവർ വിൽ ബി അറൌണ്ട് 132.08 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ആ ഇക്വേഷൻസ് മാത്രം അറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ഫുൾ മാർക്സ് 10 മാർക്സ് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, now we can move to the next question, last question, 11th question. So 3 impedance each having resistance and inductive reactance are connected star. So connected star means if it is connected like this, ഒരു സ്റ്റാർ കണക്ഷനിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സ്റ്റാറിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ എവരി വൺ ഹാസ് എൻ ഇംപിഡൻസ് Z. ഓക്കെ, ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഇംപിഡൻസ് Z ഇസ് ഈക്വൽ ടു നമുക്കറിയാം R പ്ലസ് JX എന്നാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ Z ഇസ് ഈക്വൽ ടു 20 പ്ലസ് J15 നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാം. ദെൻ connected in star across a voltage, line voltage is given as 400 volt. Okay, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈൻ കറണ്ട്, പവർ ഫാക്ടർ ആൻഡ് ടോട്ടൽ പവർ. ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ലൈൻ കറണ്ടും പവർ ഫാക്ടറും ടോട്ടൽ പവറും ആദ്യം കണ്ടുപിടിക്കണം. തന്നെ ഈ ലോഡിന് ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ പവർ, അതാണ് രണ്ടാമത്തെ കേസ്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാറിൻ്റെ കേസ് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാറിൻ്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആണ്. ലൈൻ കറണ്ട് എന്ന് പറയുന്നതും ഫേസ് കറണ്ട് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഈ ഒരു തിങ് ഓർത്ത് വെച്ചിരിക്കുക. റൈറ്റ്, ദെൻ സോ VL ഈസ് ഗിവൺ 400 വോൾട്ട്. സോ വാട്ട് ഈസ് V ഫേസ്? അപ്പോൾ V ഫേസ് എന്ന് പറയുന്നത് 400 ഡിവൈഡഡ് ബൈ √3. ഓക്കെ, V ഫേസ് ഈസ് നത്തിങ് ബട്ട് VL ബൈ √3. 400 ബൈ √3 ദറ്റ് ഈസ് 231.21 എന്ന് കിട്ടും. Okay, now what is Z? Z is equal to 20 plus J15. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? √20 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് 25 Ohm. Z കിട്ടി. ദെൻ വാട്ട് ഈസ് I ഫേസ്? സോ I ഫേസ് വിൽ ബി ഈക്വൽ ടു V ഫേസ് ഡിവൈഡഡ് ബൈ Z. V ഫേസ് എന്ന് പറയുമ്പോൾ എന്തോ 231.21 ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I ഫേസ് കിട്ടി. I ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് 9.24 ആംപിയർ എന്ന് കിട്ടി. ഓക്കെ, I ഫേസ് ദാറ്റ് ഈസ് I ഫേസ് 9.24 ആംപിയർ ആണെങ്കിൽ സ്റ്റാർ കണക്ഷൻ ലൈൻ കറണ്ട് എത്ര തന്നെയാണ്? 9.24 ആംപിയർ തന്നെ ആയിരിക്കും. ദെൻ വാട്ട് ഈസ് പവർ ഫാക്ടർ? കോസ് ഫൈ. കോസ് ഫൈ ഈസ് ഈക്വൽ ടു R ബൈ Z. ദാറ്റ് ഈസ് R ബൈ Z എന്ന് പറഞ്ഞാൽ R ഇസ് 20, Z ഇസ് 25. സോ 20 by 25 എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് നത്തിങ് ബട്ട് 0.8. Okay, cos phi is 0.8. So what is the equation for power? So power P is equal to √3 VL IL cos phi. Okay, P star. That is equal to √3 into line voltage എത്രയാണ്? 400 volt. So 400 into line current, phase current 9.24 ampere. Line current എന്തിനെയാണ്? സെയിം തന്നെയാണ്. കാരണം സ്റ്റാറിൽ ലൈൻ കറണ്ട് ഫേസ് കറണ്ട് ഈക്വൽ ആണ്. സോ 9.24 into 0.8. സോ ഇത്രയും ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? We are multiplying all this, we get 5121.3 വാട്ട് നമുക്ക് കിട്ടി. ഫൈൻ, ഇത്രയും നമുക്ക് കിട്ടി. ഇനി സെയിം തിങ് വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ഡെൽറ്റ കണക്ഷൻ ഓൾസോ. ഇപ്പം ഡെൽറ്റ കണക്ഷൻ ആകുമ്പോൾ ഓക്കെ, ഡെൽറ്റ കണക്ഷൻ ഇൻ ദ കേസ് ഓഫ് ഡെൽറ്റ കണക്ഷൻ എന്താണെന്ന് നോക്കാം. ഡെൽറ്റയിൽ ഓർത്തിരിക്കേണ്ട കാര്യം ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആണ്. ലൈൻ കറണ്ട് എന്ന് പറയുന്നത് √3 ടൈംസ് ഫേസ് കറണ്ടും ആയിരിക്കും. ഇതും ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 400 വോൾട്ട്, ലൈൻ വോൾട്ടേജ് 400 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 400 വോൾട്ട് എന്ന് നമുക്ക് എഴുതാം. റൈറ്റ്, ദെൻ മൈ ഫേസ് കറണ്ട് വാട്ട് ഈസ് I ഫേസ്? നമുക്ക് I ഫേസ് കണ്ടുപിടിക്കാം. I ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? V ഫേസ് ഡിവൈഡഡ് ബൈ Z. Z നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. Z എത്രയാണ്? 25 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. സ്റ്റാർ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുക, ഡെൽറ്റ ചെയ്യുമ്പോൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 400 divided by 25 എന്ന് കിട്ടും. 400 divided by 25 that is equal to 16 ampere. See the difference. എല്ലാവരും തെറ്റിപ്പോകുന്നതാണ്. സ്റ്റാറിൽ നമ്മൾ Z കണ്ടുപിടിച്ചപ്പം ഇക്വേഷൻ എടുത്തത് I കണ്ടുപിടിച്ചപ്പോൾ എന്താ? V ഫേസ് ബൈ Z എന്നാണ് കിട്ടിയത്. അവിടെ V ഫേസ് എന്ന് പറയുന്നത് 231.21 ആണ്. പക്ഷേ ഡെൽറ്റ ചെയ്യുമ്പോൾ എന്താ? 400 ആണ്. കാരണം ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ 16 ആംപിയർ എന്ന് കിട്ടി. സോ വൺസ് ഇഫ് വി ഗെറ്റ് I ഫേസ് ഈക്വൽ 16 ആംപിയർ, വാട്ട് ഈസ് ലൈൻ കറണ്ട്? ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു
Line current is equal to root 3 times phase current. So root 3 I phase, that is equal to root 3 into 16. Root 3 into 16. So we get 27.68 ampere. We get 27.68 ampere. Now what is power? Power in delta, root 3, again root 3 VLIL cos phi. That is equal to root 3 into, what is VL? VL is nothing but 400. That is into 27.68 into power factor is again 0.8 itself. Last time we said adilonnu maattonnum varathilla. Sorry, power factor il maattonnum varathilla. Cos phi is equal to 0.8 itself. 0.8 ആണ് ചെയ്തു. അത് ചെയ്യുമ്പോൾ നമുക്ക് that is equal to 15,323.648 watt എന്ന് നമുക്ക് കിട്ടും. Right? So again നമുക്ക് delta 15,323.648 watt എന്ന് കിട്ടും. So this is the answer. Okay, ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രീവിയസ് ഇത് നമ്മൾ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുക വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാറിൽ കിട്ടിയത് എത്ര 5121. ഡെൽറ്റയിലോട്ട് മാറുമ്പോൾ ഏകദേശം 3 times പവർ നമുക്ക് കിട്ടും. ഡെൽറ്റയിൽ ഉള്ള പവർ എന്ന് പറയുന്നത് 3 times സ്റ്റാറിലെ പവറാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കും. മറ്റേ 5,000 ദിസ് വിൽ ബി അറൌണ്ട് 15,000, റൈറ്റ്? സോ ഐ ഹോപ്പ് ഈ ഒരു സെഷനിൽ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ ചോദിച്ച യൂണിവേഴ്സിറ്റി എക്സാം K2 എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ദെൻ ഇതെല്ലാം മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോസിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപയോഗപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യുക.